രക്ഷിതാക്കളെ, കായകവികളെ, ഓൺലൈൻ വഴിയായി ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, അർഹമുറഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ അനുഗ്രഹത്തോടുകൂടി വെള്ളിയാഴ്ച രാവിലെ ആത്മീയമായ സദസ്സിൽ മാനസികമായി സംഗമിക്കാൻ അള്ളാഹു ആയുസ്സ് തന്നതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടുകൂടെ അള്ളാഹുവിന്റെ താഴത്തിലായി നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദര സഹോദരിമാർ, മിത്രാദികൾ, മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാർ എല്ലാവർക്കും അള്ളാഹു പ്രത്യേകമായ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശദമായി ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. കുറച്ചാളുകൾ സംഭാവന നൽകിയിട്ടുണ്ട്. ഈ മാസം പരിശുദ്ധമായ റബീഉൽ അവ്വലാണ്. റബീഉൽ അവ്വലിന്റെ 2 ഭാഗവും നമ്മിൽ നിന്ന് അസ്തമിച്ചിരിക്കുകയാണ്. ഒരു റബീഉൽ അവ്വൽ വന്നു പോയി എന്നതല്ലാതെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാനും അനുസ്മരിക്കാനും അവിടുത്തെ സ്നേഹം പ്രകടമാക്കാനും നമ്മെ സംബന്ധിച്ചിടത്തോളം ആപേക്ഷികമായി നമുക്ക് വേണ്ടതുപോലെ സാധിച്ചിട്ടില്ല. ഓരോ കവലകളിലും ഓരോ വഴിയോരങ്ങളിലും ഓരോ ഭാഗങ്ങളിലും പ്രവാചക പ്രകീർത്തനങ്ങളാൽ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിലൂടെയായിരുന്നു കഴിഞ്ഞ റബീഉകൾ കടന്നുപോയിരുന്നത്. എന്നാലും ഇത്തരത്തിലുള്ള സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കാനും ഓർമ്മപ്പെടുത്താനും അവിടുത്തെ ജീവിതം പകർത്താനും അവിടത്തോടുള്ള ജീവിതശൈലി സമൂഹത്തെ തെറ്റപ്പെടുത്താനും പലതരക്കും സാധിച്ചു എന്നതിൽ നാം സന്തോഷിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഓരോ വാക്കുകളും അവിടുന്ന് കാണിച്ചു തന്ന ഓരോ സംഗതികളും വളരെ അന്വർത്ഥമായി പുനർന്നിരിക്കുന്നു എന്നതാണ് വസ്തുത. ആധുനിക കാലഘട്ടത്തിൽ ഞാനടക്കമുള്ള നാം എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ജാതി ഹാരിൽ എങ്ങനെ ജീവിക്കുന്നു, അക്കാലികളെക്കാളും മോശപ്പെട്ട അവസ്ഥയിലാണോ നമ്മുടെ ജീവിതം എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുകയാണ്. കാരണം മതപരമായ ചടങ്ങുകളെല്ലാം പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശേഷത്തിലാണ്. എല്ലാവർക്കും ഒറ്റവാക്കിൽ പറഞ്ഞാൽ സൗകര്യമുള്ള ഒരു കാലഘട്ടം എന്ന് പറയാം. അള്ളാഹുവിന്റെ ബലാൽ, അള്ളാഹുവിന്റെ പരീക്ഷണമായി അള്ളാഹു ഇറക്കിയ മുസീബത്താണ് കൊറോണ അല്ലെങ്കിൽ COVID-19 എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാമാരി. ഇത് അള്ളാഹുവിന്റെ ദൈവികമായ ഒരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ ഞാൻ പാഠം പഠിക്കേണ്ടതിന് പകരം അത് ഒരു ആഘോഷവും തമാശയുമായി മാറ്റിയിരിക്കുന്നു എന്നത് വളരെ ഖേദകരമാണ്. കേവലം ഈമാൻ കുറഞ്ഞു പോകാനും ഈമാനിന്റെ പവിത്രത നഷ്ടപ്പെടാനും മുനാഫിഖാകാൻ പറ്റാവുന്ന ഏറ്റവും വലിയ അന്തരീക്ഷമാണ് ഈ കാലഘട്ടം. ജമാഅത്തുകൾക്ക് പ്രാധാന്യമില്ല, യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. ഞാനടക്കം ജുമാ എന്ന് പറയുന്നത് യാതൊരു പ്രയാസവുമില്ല, ഒരു ബുദ്ധിമുട്ടും കൂടാതെ, ഒരു കൂസലുമില്ലാതെ, ജുമാ ഉണ്ടോ എന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ, വെള്ളിയാഴ്ച വേണമെന്ന് ധാരണ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ നാം എല്ലാം ഇസ്ലാമികമായി വളരെയധികം പുറകോട്ട് കൂപ്പുകുത്തി നിന്നിരിക്കുകയാണ് എന്നത് ഖേദകരത്തോടെ ഓർക്കുകയാണ്. ജമാഅത്തിൽ കണിശത പാലിച്ചവർ, കൃത്യമായ ജമാഅത്തിൽ പങ്കെടുത്തവർ ഇപ്പോഴും പള്ളി തുറന്നാലും ഗവൺമെന്റ് നമുക്ക് അനുവദിച്ച പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള പരിമിതപ്പെടുത്തിയ ആളുകൾക്കുള്ളിൽ തന്നെ ജമാഅത്ത് ശൂന്യമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് ഇവിടെയാണ്. അവസാന കാലഘട്ടം വരുമ്പോൾ ഖുർആന്റെ വരികളല്ലാതെ ബാക്കിയൊന്നും ഉണ്ടാവുകയില്ല. പേര് അഹ്മദ് മുഹമ്മദ് എന്ന പേരല്ലാതെ മറ്റൊന്നും അവശേഷിക്കുകയില്ല. പള്ളികളൊക്കെ പടുകൂറ്റം പള്ളികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇപ്പോഴും പള്ളി നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തകർപ്പണമായി കൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ നമ്മുടെ ഗവൺമെന്റ് അനുവദിച്ചു തന്നതായ ആനുകൂല്യങ്ങൾ പോലും വകവെക്കാതെ, ജുമാ പോലും അതിൽ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടായിട്ട് പോലും നഷ്ടപ്പെടുത്തുന്നു എന്നതിൽ, അതല്ലെങ്കിൽ പള്ളിയിൽ ജുമാ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പോലും ഇത്രയും കാലം നമ്മൾ ജുമാക്ക് പോയില്ലല്ലോ, ഇപ്പോൾ എനിക്ക് അതിനുള്ള ആനുകൂല്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന പലരും ജുമാ നഷ്ടപ്പെടുത്തുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 ജുമാ കാരണം കൂടാതെ ഉപേക്ഷിച്ചാൽ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സീൽ വെച്ചു. യാതൊരു സംശയമില്ല. സീൽ വെച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം
പത്ത് കാശിന്റെ വിലയോടുമില്ല. ഒരു ടോക്കൺ സിസ്റ്റം നമ്മുടെ പലരും ഇവിടെ കേരളത്തിൽ ടോക്കൺ സിസ്റ്റം വെച്ചപ്പോൾ നമ്മളൊക്കെ ടോക്കൺ സിസ്റ്റം വെച്ചത് എന്തിനായിരുന്നു? ജനബാഹുല്യം കൊണ്ട് പള്ളി നിറഞ്ഞു കവിഞ്ഞ പള്ളിയിൽ 100ഓളം ആളുകൾക്ക് പങ്കെടുക്കാമെന്ന് ഗവൺമെന്റ് പറഞ്ഞ് പരിമിതപ്പെടുത്തിയപ്പോ നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ടവർ, ഞാൻ ഈ പര്യാവരം എന്നെ സംബന്ധിച്ച് മാത്രമല്ല പറയുന്നത്, നമ്മുടെ പള്ളിയിൽ മാലിന്യത്തിലുള്ള പലരും ജുമാ കിട്ടാതെ ഇവിടെ തിക്കും തിരക്കും കൂട്ടി ഇവിടെ പലവിധ അനൈക്യത്തിനും ചിത്രതക്കും കാരണമാക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് പല ദീർഘദൃഷ്ടിയോടെ പല മാലിന്യ കമ്മിറ്റികളും ടോക്കൺ സിസ്റ്റം വെച്ചത്. എന്നാൽ ടോക്കൺ മേടിച്ചവർക്ക് തർക്കം കൂടാതെ പള്ളിയിൽ വരാം. പക്ഷേ ടോക്കൺ വാങ്ങാൻ ആര് വന്നു? ആരാണ് ടോക്കൺ വാങ്ങാമെന്നത്? ടോക്കൺ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്താൽ പോലും ജുമയ്ക്ക് വരാനുള്ള യാതൊരു താല്പര്യം കാണിക്കാത്ത അവസ്ഥയിൽ. എന്നാൽ ഒറ്റപ്പെട്ട ചില മഹല്ലത്തുകളിൽ ചില കാരണവന്മാർ, ഓൺലൈനിൽ തുറന്നു പറയാൻ പറ്റില്ല, കാരണവന്മാർ 65 പള്ളിയിൽ പോകും, മരിക്കുകയല്ലേ ചെയ്യുന്നു പറഞ്ഞ ഈമാൻ കറകളഞ്ഞ ഈമാൻ ഉള്ളവരുമുണ്ട്. ഇപ്പോൾ 65 വയസ്സ് പ്രായം ചെന്ന കാരണവന്മാർ, ഈമാനുള്ള ഈമാൻ നിറഞ്ഞു നിൽക്കുന്ന കാരണവന്മാരും നാരിയെ പോലെ നാറെന്ന് പറഞ്ഞതുപോലെ അവരുടെ ഈമാൻ ചോർന്നുപോയി. പള്ളിയിൽ വരുന്ന അല്ലെങ്കിൽ വീട്ടിൽ വന്ന് ജമാഅത്ത് നിസ്കരിക്കുന്ന സിസ്റ്റം പോയി. പള്ളിയിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിക്കൽ പോയി. ഈ പള്ളിയിലേക്ക് വരാൻ അവർക്ക് വിരോധം വെച്ചത് എന്തുകൊണ്ടാണ്? പുറത്തിറങ്ങി നടന്നാൽ മറ്റുള്ളവരെ പോലെ വൈറസ് കുടുങ്ങിയതിന് പ്രതിരോധ ശേഷി ഇല്ലാത്തത് കൊണ്ടാണ് കാരണവന്മാരോട് പള്ളിയിലേക്ക് വരണ്ട എന്ന് പറഞ്ഞത്. എന്നാൽ കല്യാണ നിശ്ചയത്തിൽ കാരണവന്മാരുണ്ട്, അതുപോലെ തന്നെ ബസ്റ്റോപ്പിൽ കാരണവന്മാരുണ്ട്, നിക്കാഹിന്റെ ചടങ്ങിൽ കാരണവന്മാരുണ്ട്, ആളുകൾ സംഗമിക്കുന്ന എല്ലാ മേഖലയിലും കാരണവന്മാരുണ്ട്. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്, ഞാൻ അനുഭവിച്ചതാണ്. അവിടെ 65 വയസ്സില്ല, അവിടെ 100 വയസ്സ് പ്രശ്നമല്ല. പള്ളിയിൽ വരുമ്പോൾ മാത്രം പള്ളി നമുക്ക് അനുവദിച്ചിട്ടില്ല, ഗവൺമെന്റ് അനുവദിച്ചിട്ടില്ല, അങ്ങനെ തന്നെ പോകട്ടെ. പക്ഷേ എന്തെങ്കിലും ഒരു പള്ളിയിലേക്ക് വരാൻ പറ്റുമോ എന്ന് കാരണവരുടെ വാക്കുപോലും വായിൽ നിന്ന് ചാടാത്തൊരവസ്ഥാവിശേഷത്തിലേക്ക് നമ്മുടെ ഈമാൻ ചോർന്നുപോയി എന്നത് വളരെ ഖേദകരത്തോടെ പറയുകയാണ്. അവസാന കാലഘട്ടം വരുമ്പോ ഈമാൻ പൊളിഞ്ഞു പോകും, ഹിദായത്ത് പൊളിഞ്ഞു പോകുമെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 10 മടങ്ങ് ശക്തിയോടുകൂടെ തീരിലേക്ക് കടന്നു വരാനുള്ള ഒരു പരീക്ഷണമാണ്. പക്ഷേ ഈ പരീക്ഷണത്തിന്റെ പേരിൽ തീരുമായി വളരെ അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാ മേഖലയും ലാഭമാണ്. എന്റെ പ്രശ്നം നിർത്തുകയാണ്. മരിച്ചോട് തോന്നണ്ട. ഒരു മുത്താലിമിനെ ചോദിക്കുന്ന സിസ്റ്റമല്ല, അന്വേഷിക്കണില്ല. പോട്ടെ, അത് പോകട്ടെ. വീട്ടിൽ നോക്കുന്ന സിസ്റ്റം ഉണ്ടോ? എത്ര ആളുകൾ നമ്മുടെ മാലിന്യത്തിലും അല്ലാത്ത മാലിന്യത്തിലും മരണപ്പെട്ടു ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒരു കുട്ടിയെങ്കിലും പരിശുദ്ധ ഖുർആൻ നിവർത്തി വെച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെയോ ബാപ്പയുടെയോ ഖറാബത്തിന്റെയോ ബന്ധുക്കളെ സമീപത്ത് ഖുർആൻ ഓതുന്നില്ല. ചില ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ടാകും. ഞങ്ങൾ ആശയത്തിലേക്ക് തിരിച്ചു വന്നു. അല്ല, ആശയത്തിലേക്ക് തിരിച്ചു വന്നു മാറിപ്പോവുകയാണ്. സ്വയം തകരാതെ അല്ലാഹു തകർക്കുകയില്ല. മരിച്ച അതുപോലെ തന്നെ ഒരു ജനാസ സംസ്കാരത്തിൽ നമുക്ക് ഈ സമയം നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. വരുന്നു, ഒരാളാണെങ്കിൽ നിസ്കരിക്കുന്നു, പോകുന്നു, ഓരോരോ ഏർപ്പാട് നടത്താം. ജുമാ ചിന്തിക്കുന്ന പ്രശ്നമേ ഇല്ല, ജമാഅത്തിൽ തീരെയുമില്ല. പള്ളിയിൽ 10 ആളുകൾക്കോ അല്ലെങ്കിൽ അതിന് താഴെ ആളുകൾക്കോ ഗവൺമെന്റ് അനുവദിച്ചാൽ തന്നെ പള്ളിന്റെ തൊട്ട് പുറകിൽ നിന്നാൽ പോലും ജമാഅത്തിന് വരാനുള്ള താല്പര്യം ഒരാൾ കാണിക്കുന്നില്ല. വെള്ളിയാഴ്ചകൾ കൂടായിട്ട് പണിക്ക് പോകുന്നു, എനിക്ക് ജുമാഅത്ത് കിട്ടുമോ ഒരു പ്രതീക്ഷ, ഒരു അന്വേഷണം പോലും നടത്താത്ത അവസ്ഥാവിശേഷത്തിലേക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം അതപ്പതിച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ എങ്ങാനും നമ്മൾ മരിക്കേണ്ടി വരികയാണെങ്കിൽ ഈമാനിനെ ചോർന്ന് ഈമാനില്ലാത്ത ചണ്ടി ചവറുകളെ പോലെ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഈ കാലഘട്ടം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഒന്നിച്ചിരുന്നുകൊണ്ട് കൂട്ടുപ്രാർത്ഥന നടത്തിയിട്ട് ആത്മീയമായ ഉയർച്ചയ്ക്കുള്ള ചാൻസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഓൺലൈൻ സംവിധാനമൊക്കെ ഇനി മുന്നേ ഇല്ലാത്തവർക്ക് പൂവക്കാറുന്നത് പോലെ അതങ്ങനെ സംവിധാനം നടക്കുന്നു എന്നല്ലാതെ മറ്റുള്ളവരെയൊക്കെ ആശയം എത്തിക്കുന്നു. കിട്ടും. ആ ലക്ഷ്യത്തിലാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മഹോന്നതരായ പണ്ഡിതന്മാരും ഇത്തരത്തിലെ സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിലും ആയിട്ടെങ്കിലും ജനങ്ങളിലേക്ക് സത്യസുന്ദര സന്ദേശം എത്തിച്ചു കൊടുക്കാൻ ഇങ്ങനെ സംവിധാനം ഉപയോഗപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ എത്ര ആളുകൾ ഉപയോഗപ്പെടുത്തുന്നു? മഹാനായ നബി സല്ലല്ലാഹു
കൊടുക്കണം. അപ്പോൾ ഡയറക്റ്റായി മുത്തനബി ഏകദേശമില്ലാതെ ബന്ധമില്ലാതെ അള്ളാഹുവിനോട് എടുക്കാൻ സാധ്യമല്ല. അള്ളാഹുവിനെ ഇഷ്ടമുണ്ടോ എങ്കിൽ എന്നോട് ഇത്തിബാഅ് ചെയ്യണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം ആ റബീഉൽ അവ്വൽ മാസം വന്നപ്പോഴെങ്കിലും ഒരു സുന്നത്തിനായ ആക്കാൻ ദീനിനായ ഞാനൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടോ? റബീഉൽ അവ്വൽ ആണെന്ന് പ്രമാണിച്ചുകൊണ്ടെങ്കിലും അഞ്ചാണെങ്കിലും പള്ളിയിലേക്ക് ജമാഅത്തിന് വരാൻ ഗവൺമെന്റ് അനുവദിച്ചത് അഞ്ചാമത്തെ ഞാനാണെന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജുമഅയ്ക്ക് 40 ആൾ പരിമിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 39 അവസാനിച്ച് 40ാമത്തെ കണ്ണി ഞാനാകട്ടെ എന്നാരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ അരമണിക്കൂർ കൊണ്ടാണ് ഓടിയിട്ട് ജുമഅയ്ക്ക് ഓടിയിട്ട് എനിക്കും പറയാം. ആരെങ്കിലും ചോദിക്കുമ്പോ വലിയ ജുമഅത്ത് കണ്ടെയ്ൻമെന്റ് സോണാണ്, ഓക്കെ, ഇവിടെ വന്ന് ജുമഅ പോയില്ലാന്നിരിക്കും പറയാം. പക്ഷെ ഞാൻ അരമണിക്കൂറുടെ കൺട്രോളിൽ ഓടിപ്പോയി. എന്തിനും ഒരു ജുമഅന്റെ ഗൗരവം മനസ്സിലാക്കി അവിടെ എത്തി. ജുമഅ എന്ന് പറഞ്ഞാൽ മുഅ്മിനായ മനുഷ്യന്മാരുടെ അൽ ജുമഅത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ, വെറുതെ എന്താ പറഞ്ഞത്, സാധുക്കളുടെയും ആ ചിപ്പോ ശരിക്കും നാട്ടുകാരികളെ പോലെയാണ്. ജുമഅല്ല, ജമാഅത്തില്ല, അതില്ലെങ്കിൽ പിന്നെ തീരെ നല്ല വർഗ്ഗാലം തന്നെ ഇല്ല. പിന്നെ ഇപ്പൊ സൗകര്യം ഗവൺമെന്റ് അനുവദിച്ചപ്പോ പിന്നെ നമ്മുടെ സ്ഥിതി എന്താണ്? അപ്പൊ പിന്നെ പള്ളിയിൽ നിസ്കാരമില്ല, പിന്നെ നേരായില്ല. അപ്പൊ നിസ്കാരമില്ല, അതുപോലെ തന്നെ ജുമഅല്ല, ഒരു പോക്ക് അങ്ങനെ പോകുന്നു. സാപ്പാടിന് നമ്മളൊന്നും കുറവില്ല, ഭക്ഷണത്തിനൊന്നും കുറവ്. കൊറോണയാണ്, സാമ്പത്തിക പ്രയാസമാണെന്ന് പറഞ്ഞാലും വായിച്ച കാഴ്ചക്ക് 2 കിലോ ഇറച്ചി വാങ്ങുന്നില്ല. ഒന്നിനും തീറ്റയ്ക്ക് നമുക്ക് ഒന്നിനും കുറവില്ല. സാമ്പത്തിക പ്രയാസം ഉണ്ടെന്ന് പറയാൻ പ്രയാസം ഉണ്ടെന്ന് പറയുമ്പോഴും ഒരു പ്രയാസമില്ലാതെ ജീവിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായി നമ്മെ പ്രയാസം കൊടുക്കാതിരിക്കുമാറാവട്ടെ. പക്ഷെ നമ്മൾ തകർന്നത് കൊറോണയെ കൊണ്ട് സാമ്പത്തികമല്ല, ആത്മീയമായിട്ടാണ് തകർന്നത്. കൂട്ടുപ്രാർത്ഥന നടത്താവുന്ന ജമാഅത്ത് സംഘടിച്ചിരുന്ന ആളുകൾ ജമാഅത്തിന് വരാത്ത അവസ്ഥ, ജുമഅയ്ക്ക് വരാത്ത അവസ്ഥ, എല്ലാ മേഖലയും വെട്ടിച്ചുരുക്കി അമ്മ പരീക്ഷണത്തിന് തന്നതാ. ഒരാളെ പോലീസ് ഉദ്യോഗസ്ഥ അഡ്മിറ്റ് വിടാതിരുന്നവർ പിടിച്ച് കൊണ്ടുപോയി രാത്രി കൊണ്ട് ഒരു അടിയെ അടിച്ചു. നേരെ ഈ പണി ആവർത്തിക്കരുത്. ഓനെ അടിക്കാൻ വെച്ച് ഇരിക്കുക ചെയ്തത് എന്താണ് കഴിച്ചു. ഒന്നരക്ക് അവിടെ ഭയങ്കര ചൊറി വന്നിരുന്നു. അപ്പൊ അവിടെ രാത്രിയുടെ അടിക്കിട്ട് ചൊറി മാറി. അപ്പോഴും മോനത് ശിക്ഷയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമുണ്ടായില്ല. ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞതാണ്. ഓന അടി എൽമിറ്റ് ഇടാത്തതിനാണ് ഞാൻ എൽമിറ്റ് ഇട്ടോളാം എന്ന ബോധത്തിനാണ് പോലീസ് ഉദ്യോഗസ്ഥർ തച്ചതെങ്കിൽ അവരവനെ വിലയിരുത്തിയത് എനിക്ക് അവിടെ അല്ലെങ്കിൽ നല്ല ചൊറി ഉണ്ടായിരുന്നു, അടി കിട്ടിയുടെ ചൊറി മാറി. ഈ ഒരവസ്ഥയിൽ അല്ലാഹുവിന്റെ പരീക്ഷണം നന്നവർക്ക് നന്നാവാനും കേടുന്നവർക്ക് പറ്റേ കടന്നു പോകാത്ത ഒരു പരീക്ഷണമായ സബബായ മാധ്യമമായി അള്ളാഹുവിന്റെ മുസീബത്താണ് ഈ കൊറോണ. ഈ പര്യാവരണത്തോ അല്ലെങ്കിൽ എടായിക്കലിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഇന്ത്യയിലോ അത്രല്ല, എല്ലാ ഭാഗത്തും വികസിച്ചിരിക്കുന്നു. ഇത്തവണ ബുദ്ധിശാലികളും ബുദ്ധിമാനികളും ഉണ്ടായിട്ട് എന്തേ മരുന്ന് കണ്ടുപിടിക്കാൻ എത്ര കാലമായി? നോമ്പിന്റെ മുമ്പ് തുടങ്ങിയതല്ലേ? ഇന്നും ഇന്നലെയും കഴിഞ്ഞും വിചാരിച്ച് നമ്മളൊക്കെ തുടങ്ങി ഈ ജുമാ സംവിധാനം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആഹ്വാനം ചെയ്തപ്പോ ഇവിടുത്തെ മാൽ കമ്മിറ്റി പോലും ചിന്തിച്ച് 2-3 ജുമഅയ്ക്ക് അല്ലെങ്കിൽ 1-2 ജുമഅയ്ക്ക് നമുക്ക് നിസ്കാരപ്പള്ളികൾ നടത്തേണ്ടി വരും എന്ന് ഞാനടക്കം ചിന്തിച്ചു പോയെങ്കിൽ എത്ര ജുമയായി ഈ അവസ്ഥയിൽ? എത്ര കാലമായി നമ്മുടെ മക്കൾ ഓൺലൈൻ വഴിയായി സ്കൂൾ മദ്രസ ക്ലാസ് കേൾക്കുന്നു? ഞാൻ മൊബൈൽ വാങ്ങൂലാന്ന് വിചാരിച്ചു ഇങ്ങനെ പോയി കുട്ടികൾക്ക് ഓരോരുത്തരുമായി ഇപ്പൊ കിട്ടും നടക്കാൻ ഒഴിവാന്ന് വിചാരിച്ചു. അവസാനം ഞാനൊരു സെക്രട്ടറി വാങ്ങേണ്ടി വന്ന് കുട്ടികൾ. കാരണം അനന്തമായി പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മനം നൊന്ന് പ്രാർത്ഥിക്കുന്നവരാരാ? ഈ മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള അവസരം കാണുന്നതിന് പകരം പരസ്പരം അകലുന്ന സ്ഥിതിവിശേഷത്തിലേക്കായി. ഇനി നമ്മൾ നോക്ക്, ഗവൺമെന്റ് നിയമം തന്നെ ഞാൻ അംഗീകരിക്കുന്ന എതിർപ്പൊന്നുമില്ല. 2 വീട്ടിൽ 1.80 നിൽക്കണം, ശരിയാണ്. യാതൊരു തർക്കമല്ല. ഗവൺമെന്റ് പറഞ്ഞത് പൂർണ്ണമായി നമ്മൾ അംഗീകരിക്കണം. നമ്മൾ ഇന്നോവ വണ്ടിയിൽ വരുന്ന 5-6 ആള് തിങ്ങിയത്, അല്ലെങ്കിൽ ബസ്സിൽ തൂങ്ങി വരിക. ബസ്സിൽ പോകുമ്പോൾ തൂങ്ങിയിട്ടാ പോലും, അല്ലെങ്കിൽ ഒരു സീറ്റിൽ മിനിമം 2 ആള്, അല്ലെങ്കിൽ ഇന്നോവയിൽ കല്യാണ ശേഷി പോകാൻ വിവാഹ ചടങ്ങിൽ പോകുന്നത് സാധാരണയാണ്. 5-6-7 ആളുകൾ ഒന്നിച്ചിരുന്ന് പോകുന്നു. അങ്ങനെ വാങ്ങെടുത്ത് നിസ്കാര പള്ളിയിൽ ആ പള്ളിയിൽ കയറാൻ അനുമതി കിട്ടിയിരിക്കുക. പള്ളിക്ക് വന്നാൽ കാണാൻ 2 മീറ്റർ കയറ്റമായത്. ആലോചിച്ച് നോക്കി, ഗവൺമെന്റിന്റെ നിയമം തന്നെയാണ്. അതൊക്കെ ബുദ്ധിപരമായി ചിന്തിക്കാനാ പറയുന്നത്.
അങ്ങാടികളിൽ കടയിൽ സാധാരണ എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങാൻ തിങ്ങി നിൽക്കും. ടെക്സ്റ്റൈൽസിനും ഇതിന് വിപരീതമല്ല, ചന്തയിൽ ഒട്ടും കുറവല്ല. നമ്മുടെ ചെറിയ ചെറിയ അങ്ങാടികളിൽ ഒന്നും വ്യത്യാസമില്ല. പള്ളിയിൽ വരുമ്പോൾ നമ്മൾ അകലം പാലിക്കും. ഈ അകലം പാലിക്കൽ പള്ളിയിൽ അറിഞ്ഞു നിൽക്കണം എന്ന് പറഞ്ഞ അർത്ഥത്തിലല്ല ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ആരും വ്യാഖ്യാനം ചെയ്ത് മറിച്ച് ഗവൺമെന്റ് പറഞ്ഞ ഈ നിയമം എല്ലാ ഭാഗത്തും പാലിക്കണം. സത്യത്തിൽ ജമാഅത്തിന്റെ മസലത്തെ പറഞ്ഞാൽ ഒരാൾക്ക് രണ്ടാമടി ഒരാൾ ഗ്യാപ്പിൽ കയറി നിൽക്കാൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ തൊട്ടടുത്താൽ ജമാഅത്ത് ശരിയാവില്ല. ജുമാഅത്ത് ജമാഅത്ത് ശർത്ത ഇസ്ലാമായിരിക്കും സുബിയൊക്കെ ചെയ്യാം, ജുമാഅത്ത് ശരിയാവില്ല. അപ്പൊ മുന്നിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ളത് ജമാഅത്തിന് ജുമായില്ല. പക്ഷേ ഇത് ഗവൺമെന്റിന്റെ നിയമം നമ്മുടെ ശരീരത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ശറഈ നമുക്ക് വെച്ച പോംവഴിയാണിത്. ഈ അകലം പാലിക്കൽ ഇതിന്റെ ഭാര്യ ഭർത്താവ് നിൽക്കുന്ന സമയത്ത് അകലം പാലിക്കുന്നത്, അല്ലെങ്കിൽ ജ്യേഷ്ഠന് ഒരു വീട്ടിൽ താമസിക്കുന്ന മക്കളും അകലം പാലിക്കുന്നത്, ഇത് അകലം പാലിക്കൽ നോക്കതായ സുന്നത്താണെന്ന് മനസ്സിലാക്കിയതുപോലെയാണ്. അതുപോലെ അയൽവാസികൾ ഒന്നിച്ചു സംസാരിക്കുന്നു, ഒന്നിച്ചു നിൽക്കുന്നു, നിസ്കരിക്കുന്ന സമയത്ത് അകലം പാലിക്കുന്നു. ഭാവി കാലഘട്ടങ്ങളിൽ തിരുത്തപ്പെടേണ്ടതാണെന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, അഥവാ ഇപ്പൊ നിൽക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഭാവി തലമുറയിൽ സുന്നത്തായി മനസ്സിലാക്കും. ഇങ്ങനെ ഒരുപാട് ദീനിന്റെ നിയമങ്ങൾ കളഞ്ഞു പിടിക്കപ്പെടുകയും ഒരുപാട് കാര്യങ്ങൾ ആത്മീയമായി തകരുകയും, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പോത്തിന് രൂപയും കൂടി ലഭിക്കുന്നതിനാണ്. കാരണം എന്നാലും പോട്ടെ, അവർക്ക് 65 വയസ്സായില്ല, വയസ്സായതുകൊണ്ടാണ് ഒരു ദൂരത്തിലുള്ള മനസ്സിന്റെ കുഴി കിട്ടും. ഞാൻ എന്റെ പ്രസംഗം ഇരിക്കുകയാണ്, കുഴി കിട്ടും. അല്ലാതെ ഒരു കാരണമല്ലാത്ത ആളുകൾ 40 ആളാണെങ്കിലും ഒന്ന് ശ്രമിക്കണ്ടേ, രാവിലെ വന്നെത്തി 39 അവസാനത്തെ കണ്ണിയെങ്കിലും ഞാനാകട്ടെ എന്ന് ചിന്തിക്കുന്നവരാരാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, വളരെയധികം ഖേദകരം, വളരെയധികം വിഷമകരമാണ്. അങ്ങനെ ആ ചുമയും നമുക്ക് കിട്ടിയില്ല എങ്കിൽ ഒരു പോത്തിനെ പോലല്ലാതെ ഇന്നത്തെ അവിടെ ചെയ്യും. വീട്ടിൽ മര്യാദ നിസ്കാരമില്ല, ഇന്നെങ്കിൽ തന്നെ ഒരു കാട്ടില്ല, ജമാഅത്ത് അങ്ങനെയില്ല, ജുമയില്ല, നിസ്കാരമല്ല, ഒരു പോത്തിന്റെ അവര് മാളുകളെ പോലെയാണ്. അപ്പൊ പറയാണ് മനുഷ്യവർഗത്തിലും നിന്നവർഗത്തിലും ഞാൻ കുറെ ആളുകളെ പടച്ചു വെച്ചിട്ടുണ്ട്. ആ നരകത്തിലേക്ക് പോകുന്ന ആളുകളുടെ സ്വഭാവം അല്ലാഹു പറഞ്ഞു, അവർക്ക് ഹൃദയങ്ങളുണ്ട്, ജമാഅത്തിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഹൃദയമില്ല, കൽബുണ്ട് ചിന്തിക്കാന്. പക്ഷേ ദീനിയായ കാര്യങ്ങൾ പറയുമ്പോൾ ഉൾക്കൊള്ളാവുന്ന മനസ്സില്ല. ഇത് നരകക്കാരുടെ ലക്ഷണമാണെന്ന് പരിശുദ്ധ ഖുർആൻ. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് ചെവിയുണ്ട്, നല്ലത് പറഞ്ഞാൽ കേൾക്കൂല, നല്ലത് പറഞ്ഞാൽ ഉൾക്കൊള്ളൂല. അത് എത്രയോ കാര്യമായി പറഞ്ഞു കേട്ടിട്ട് എന്ന് പറയും. വലഹും അയ്യുൻ ലാ യുബ്സിറൂന ബിഹാ, കണ്ണുണ്ട്, നല്ലത് കാണൂല, കണ്ണുണ്ട്, നല്ലത് കാണൂല, ചെവിയുണ്ട്, നല്ലത് കേൾക്കൂല, ഹൃദയമുണ്ട്, നല്ലത് ചിന്തിക്കൂല. ഇത് നരകക്കാരുടെ ലക്ഷണമാണെന്ന് പറയുന്നു. ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ഉലൈക കൽ അന്നാം, അവര് മാടുകളെ പോലെയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു. ബൽഹും, അതിൽ എന്ന മാടാണ് ഭേദം, അതിനേക്കാളും പേച്ചു പോയി മനുഷ്യവർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ റബീഉൽ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതെ അല്ലാഹു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും സലാമത്ത് കിട്ടിക്കൊണ്ട് നമുക്ക് ജമാഅത്തിനും ജുമഅക്കും മറ്റ് സദസ്സുകളിലും മൗലിദ് സദസ്സുകളിലും ദിക്റിന്റെ മജ്ലിസിലൊക്കെ സജീവമാക്കാൻ അല്ലാഹുവിന്റെ സംവിധാനം നമുക്ക് തുറന്നു തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പറഞ്ഞത് ഇവിടെ പള്ളിയിൽ ഒന്ന് അകന്ന് നിൽക്കണം, ഗവൺമെന്റ് നിയമം തെറ്റിക്കണം എന്നൊന്നും ചിന്തിക്കരുത്. മൊത്തം നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഒരു തരത്തിൽ നമ്മൾ പൊട്ടബുദ്ധിയാണ് ചെയ്യുന്നത് എന്നായി പറഞ്ഞുകൊണ്ടിരുന്ന അർത്ഥം. അതുകൊണ്ട് നമ്മുടെ വീടുകളിലും അതുപോലെ കുട്ടികളിലൊക്കെ ഒന്നുകൂടെ ഉമ്മമാരും ഈ ക്ലാസ് ശ്രദ്ധിക്കുന്നു നാം മനസ്സിലാക്കി പറയാണ്. സ്കൂളിന്റെ വിഷയത്തിലും അതുപോലെ തന്നെ മദ്രസയുടെ വിഷയത്തിലൊക്കെ
മൊബൈൽ അതിൻ്റെതായ രൂപത്തിൽ ഉപയോഗിക്കാൻ കൊടുക്കണം. ഇപ്പൊ നിങ്ങൾ നോക്കി, ഇനിയിപ്പോ ഡിസംബർ നവംബറാണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ പരീക്ഷ. ഒരു കൊല്ലം കഴിഞ്ഞു. മദ്രസ ആയാലും ദർസ ആയാലും ഒക്കെ കഴിഞ്ഞു. ഈ ഓൺലൈൻ സംവിധാനമാണ്. പക്ഷേ ഇതിനൊരു കാര്യം, കുട്ടികളെയൊക്കെ അന്ധമായി വിശ്വസിച്ച് മൊബൈൽ കൊടുക്കരുത്. പല നിലക്കും അനർത്ഥം വരും. ഒന്നാമത് ശാരീരികമായ അർത്ഥം, മറ്റൊന്ന് നമ്മളിത് കൈവിട്ടു പോകും. ഈ കുട്ടികൾ ഇതിൽ എന്താണോ അവർക്ക് ആകർഷണീയമായ വിഷയം അതിലേക്ക് നോക്കും, പഠനത്തിലേക്ക് ശ്രദ്ധിക്കൂല. മറ്റൊന്ന്, ഇതിനെ സംബന്ധിച്ച് ഒരു വിദഗ്ധനായ കണ്ണ് ഡോക്ടർ പറയും 20 മിനിറ്റിലേറെ ഈ ക്ലാസ്സിലേക്ക് നോക്കാൻ പാടില്ല. എനിക്ക് അനുഭവമാണ്. എനിക്ക് രാത്രി ചിലപ്പോൾ ഉറക്കം കിട്ടുന്നില്ല. കാരണം ഈ ക്ലാസ് എടുക്കുമ്പോൾ നോക്കണ്ടേ, ആരൊക്കെ വന്നിരിക്കണം, ആരൊക്കെ ഓദിക്കണം, ആരൊക്കെ പ്രാർത്ഥിക്കണം. 20 മിനിറ്റിലേറെ നമ്മൾ ഈ കണ്ണിൽ നോക്കിയത് ഓഫീസിയാണ്. അതിന്റെ ക്ലാസ്സിൽ അങ്ങനെ കേൾക്കുന്നത്. അപ്പൊ ഇത് കൊറോണയൊക്കെ മാറുമ്പോൾ പിന്നെ കണ്ണ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാവും. അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ശ്രദ്ധിക്കും എന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതോടൊപ്പം പാപ്പമാരും ഉമ്മമാരും കുട്ടികളുടെ ക്ലാസിന്റെ വിഷയത്തിലും നല്ലവണ്ണം ശ്രദ്ധിക്കണം. നമ്മൾ എങ്ങനെ ആയാലും നമ്മൾ പൊരുതി ജയിക്കുമെന്ന ആ ഒരു നിയത്തോടുകൂടെ, മതപരമായാലും ഭൗതികപരമായാലും ദർശബന്ധമായാണെങ്കിലും അല്ലാഹു തന്ന കഴിവ് ഉപയോഗപ്പെടുത്തി പൊരുതി ജയിക്കുമെന്ന ആത്മവിശ്വാസത്തോടുകൂടെ ഏത് കൊറോണയും ഏത് മുസീബത്തിനെയും നമ്മൾ ആത്മധൈര്യം കൊണ്ട് തടുക്കാൻ കഴിയും. ധൈര്യമാണ് ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ്, ബഹുമാനപ്പെട്ട സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരു കള്ളുകുപ്പിയുമായി ഒരാൾ വരുമ്പോ അയാളെ കൈ പോക്കറ്റിൽ കള്ളിന്റെ കുപ്പിയാണ്. ആ യാത്ര ചെയ്യുന്ന സമയത്താണ് വാഹനങ്ങളുടെ എതിരെ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല പേടിച്ച് വിടുകയാണ്, മുട്ടുകാലും കൂട്ടിമുട്ടുകയാണ്, സംസാരം വിടറുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബിനെ കണ്ടപ്പോൾ മനസ്സിൽ വിചാരിച്ചു, പടച്ചോനെ, ഉമറിന്റെ മുന്നിൽ ഞാൻ രക്ഷപ്പെടുകയില്ല, എന്റെ കഥ കഴിഞ്ഞേനെ. ഈ കണ്ണിന്റെ കുപ്പിയെങ്ങാനും ഉമർ ബിൻ ഖത്താബിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്റെ ഉടലിൽ നിന്ന് തല വേർത്തും എന്ന കാര്യത്തിൽ നിസ്സംശയം. അങ്ങനെ അടിവെച്ച് ഉമർ ബിൻ ഖത്താബിന്റെ സമീപത്തേക്ക് ഉമർ ബിൻ ഖത്താബ് എത്തുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ ചോദിക്കുന്നു, മാഹദാ, എന്താ സഹോദരാ ഇത്? കള്ളാണെന്ന് പറഞ്ഞാൽ ഒറ്റ ഫർദാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബിന്റെ മുന്നിൽ ആ ചെറുപ്പക്കാരൻ പതറാതെ അതുവരെ ചെയ്ത തെറ്റിൽ നിന്ന് മാപ്പിരന്നുകൊണ്ട് മനസ്സറിഞ്ഞ്, പടച്ചവനെ, ഉമറിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഇനി ഞാൻ ഒരിക്കലും കണ്ടുപിടിക്കയില്ല, എന്റെ അവസാനത്തെ തീരുമാനമാണെന്ന് പറഞ്ഞ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താണെന്ന് ചോദിച്ചപ്പോ ഉമറെ, ഖല്ലുൻ, ഇത് സുർക്കയാണ് എന്ന് അയാൾ ആത്മധൈര്യത്തോടെ പറഞ്ഞു. ഒറിജിനൽ കള്ളൻ ഇത് സുർക്കയാണ് എന്ന് പറഞ്ഞു. എടുത്തു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അത് സുർക്കയായി മാറിയിരിക്കുന്നു. ആത്മധൈര്യമാണത്, ആത്മീയമായ വിശ്വാസമാണത്. ഏത് കൊറോണയും ഏത് മുസീബത്തിനും അതിജയിക്കാൻ ആത്മീയമായ മുന്നേറ്റമാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു യുദ്ധക്കളത്തിൽ ജയിച്ചത് മുസ്തഫായ നബിയുടെ ആ രോമം കൊണ്ട് തുന്നപ്പെട്ടതായ തൊപ്പി ധരിച്ചിട്ടായിരുന്നു. അത് ബറക്കത്താണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പുണ്യങ്ങളും മൗലിദിന്റെ മജ്‌ലിസുകളും അതുപോലെ ഒക്കെ പങ്കെടുത്ത് പുണ്യകരമാക്കിക്കൊണ്ട് ആ ബറക്കത്തോടുകൂടെ നല്ല നിയത്തോടെ ആത്മധൈര്യത്തോടെ പോകുമ്പോ ഒരു പ്രശ്നവും എനിക്കില്ല. ഏത് പ്രതിസന്ധിയും വെട്ടുന്ന സമയത്ത് വാൾ പറഞ്ഞപ്പോ കഞ്ഞിലുള്ളതായ ചുള്ളി കൊമ്പനെ വാളായി ആ നിരവധി ആളുകളെ വെട്ടി തമർത്തിയിട്ടത് അതൊക്കെ ആത്മധൈര്യമാണ്. ആത്മധൈര്യം കൊണ്ട് നമ്മൾ എല്ലാവരും എന്തിനും പോരാടിയാൽ, മതപരമായ പഠനമായാലും ഭൗതികമായാലും, അല്ലാഹു എന്നെ പരാജയപ്പെടുത്തൂല എന്ന ആത്മധൈര്യത്തോടെ ശക്തമായി പോരാടിയാൽ ഇതൊക്കെ മറികടക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കുറച്ച് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേർതിരിക്കുന്നതിൽ നമുക്ക് ദുആ ചെയ്ത് തിരിയണം. നഫീസ എന്ന സഹോദരിയുടെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി അവരെ അന്തരവകാശികളായ ബന്ധുക്കൾ പള്ളിയിലേക്ക് 4,43,500 രൂപ സദഖ നൽകി കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. 4,43,500 രൂപ അവരുടെ സ്വത്ത് മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവകാശികളാണല്ലോ. അത് നമ്മുടെ പള്ളിയിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു വിലപ്പെട്ട സംഭാവനയാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്
صل على محمد يا رب صل عليه وسلم അർഹമറഹീമായ മലിക്കുൽ ജബ്ബാറായ രാജസീദായ അല്ലാഹ് ഈ സദഖ നീ സ്വീകരിക്കണേ റഹ്മാനേ. ഈ പള്ളിയിലേക്ക് നൽകിയ ഈ സദഖന്റെ ബദലുകൊണ്ട് അല്ലാഹ് നഫീസ എന്ന് പറയുന്ന സഹോദരിയുടെ ഖബറിലേക്ക് നിന്റെ തവാബ് നീ എത്തിക്കണേ അല്ലാഹ്. സ്വർഗ്ഗം നേടി അനുഗ്രഹിക്കണേ റബ്ബേ. പള്ളിയിലേക്ക് ചെയ്ത സദഖന്റെ ബദലുകൊണ്ട് അല്ലാഹ് പള്ളി ഇമാറത്ത് ചെയ്ത പ്രതിഫലം ഖബറിൽ കിട്ടിക്കൊണ്ട് നീ സന്തോഷം നൽകണേ റഹ്മാനേ. ഇപ്പോൾ തന്നെ വല ഖബറിലേക്ക് നിന്റെ തവാബ് എത്തിച്ച് നീ സന്തോഷം നൽകണേ റഹ്മാനേ. പടച്ചവനെ ഹിദായത്തിന്റെ വെളിച്ചമാകുന്ന പള്ളിയുടെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സദഖ നൽകിയതിന്റെ ബദലുകൊണ്ട് അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ ഒരിടം നൽകി നീ അനുഗ്രഹിക്കണേ നാഥാ. അവരെ പരലോക ഗുണത്തിന് വേണ്ടി സദഖ ചെയ്ത ബന്ധുക്കൾക്കും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മരണപ്പെട്ട ആറോളം ഖദീജ എന്നവരെ ദുആ ചെയ്യാൻ വേണ്ടി ഭർത്താവ്, മക്കൾ, പേരക്കുട്ടികൾ തുടങ്ങി എല്ലാവരും കൂടി ഒരു 9000 രൂപ സദഖ നൽകിയിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم അർഹമറഹീമായ മലിക്കുൽ ജബ്ബാറായ രാജസീദായ അല്ലാഹ് ഈ വായിച്ച സദഖ നീ സ്വീകരിക്കണേ റഹ്മാനേ. ഈ നൽകിയ സദഖ ദിക്റിലേക്കാണ് റബ്ബേ. മരിച്ചുപോയ ഖദീജ എന്ന സഹോദരി ഭാഗ്യവതിയാണ്. മക്കളും പേരമക്കളും അവർ സ്വരൂപിച്ചുകൊണ്ടാണ് വല്യമ്മയുടെ പരലോക ഗുണത്തിന് വേണ്ടി സദഖ നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ സദഖന്റെ ബദൽ അമ്മയുടെ ഖബറിലേക്ക് നീ എത്തിക്കണേ നാഥാ. ഖബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗ്ഗീയ ഭവനമാക്കണേ അല്ലാഹ്. ഖബറിൽ നിന്ന് സ്വർഗ്ഗലോകത്തേക്കുള്ള കവാടം നീ തുറന്നു കൊടുക്കണേ റഹ്മാനേ. ആ സംഭാവന ചെയ്ത മക്കൾ, പേരമക്കൾ ആ ഉമ്മ തൃപ്തിപ്പെട്ടവരായി നീ കബൂലാക്കണം റഹ്മാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽബാബി നേർച്ചയാക്കിയത് 600 രൂപ, മറ്റൊരു വ്യക്തി നേർച്ചയാക്കിയത് 1000 രൂപ, നേർച്ചയാക്കിയത് മറ്റൊരു വ്യക്തി 200 രൂപ, മറ്റൊരു വ്യക്തി 102 രൂപ, നേർച്ചയാക്കിയത് 500 രൂപ, മാതാപിതാക്കൾ കുടുംബത്തിൽ ദുആ ചെയ്യാൻ വേണ്ടി വ്യക്തി 100 രൂപ, ഉമ്മയുടെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തി 1000 രൂപ, മുറാദ് ഹാസിലാക്കാൻ വേണ്ടി 100 രൂപ, ഒരു സഹോദരൻ ദുആ ചെയ്യാൻ വേണ്ടി 2000 രൂപ. അല്ലാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ, ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓൺലൈൻ വഴിയാണെങ്കിലും നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും ദിക്റിലൊക്കെ സംബന്ധിക്കാൻ കഴിയില്ലെങ്കിലും അവർ ആത്മീയമായ ആ ഒരു നിയത്തോടുകൂടെ നമ്മുടെ മജ്‌ലിസിലേക്ക് വളരെയധികം സംഭാവനകൾ കൊടുത്തയച്ചിട്ട് അതിന്റെ പ്രതിഫലം കിട്ടിയിട്ട് നേർച്ചയാക്കിയിട്ടും മറ്റുമാണ് കൊടുത്തയച്ചിട്ടുള്ളത്. അതുകൊണ്ടൊപ്പം തന്നെ ഈ ദിക്റിലും നിങ്ങൾ എല്ലാവരും വീടുകളിൽ നിന്ന് ഭാഗവാക്കാകണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഇത്തരം മജ്‌ലിസുകളെ കൊണ്ടൊക്കെ മുസീബത്ത് അല്ലാഹു എത്തിത്തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട നിർഭലത്തി ഉസ്താദ് ഇജാസത്ത് എന്ന ദിക്റ അതിലേക്ക് നേർച്ചയാക്കി പുണ്യങ്ങൾ നേടിയിട്ടുള്ള നേർച്ചകളാണ് ഈ വായിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മജ്‌ലിസിൽ പങ്കെടുക്കാൻ നമുക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഴി നമുക്ക് തുറന്നു തരുമാറാവട്ടെ. വീടുകളിൽ നിന്നുകൊണ്ട് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അതുപോലെ മറ്റൊരു സഹോദരൻ ദുആ ചെയ്യാൻ വേണ്ടി 500 രൂപ, ഒരു സ്ത്രീ ദുആ ചെയ്യാൻ വേണ്ടി 100 രൂപ, മറ്റൊരു സ്ത്രീ 200 രൂപ, മറ്റൊരു വ്യക്തി ദുആ ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കി 100 രൂപ. തിരൂരിൽ നിന്നും ഒരു വ്യക്തി ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞറിയിച്ചിട്ടുണ്ട്, ഒരുപാട് പറയാനുണ്ട്. അതെല്ലാം സലാമത്താകാൻ വേണ്ടി 1100 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. നമ്മുടെ ഈ ദിക്റിന്റെ മജ്‌ലിസിലേക്ക് നേർച്ചയാക്കിയിട്ടും പല ഘട്ടങ്ങളിലൊക്കെ കൊടുത്തേക്കുന്നവരാണ്. അവർക്ക് ഇതിന്റെ പുണ്യം കിട്ടിയിട്ടാണ് ഭൗതിക തലത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വിഷമങ്ങളെ തീർത്തു കൊടുക്കുമാറാകട്ടെ. അർഹമറഹീമായ റബ്ബേ, വെള്ളിയാഴ്ച രാവിന്റെ ബറക്കത്ത് കൊണ്ട്, മുസ്തഫായ നബിയുടെ ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരുടെ വിഷമങ്ങളെ നീ തീർത്തു കൊടുക്കണേ റഹ്മാനേ. പ്രയാസങ്ങളെ തീർത്തു കൊടുക്കണേ തമ്പുരാനേ. കഷ്ടപ്പാടുകൾ നീ അകറ്റണേ അല്ലാഹ്. ഭർത്താവിന്റെ ജോലി ബറക്കത്തുണ്ടാകാൻ കടം വിടാൻ വേണ്ടി ഒരു വ്യക്തി 100 രൂപ,
ഒരു സഹോദരൻ 3 രൂപ മുറാദ് ഹാസിലാക്കാൻ വേണ്ടി ഒരു സ്ത്രീ 40 രൂപ, മറ്റൊരു സഹോദരൻ ഉദ്ദേശം പൂർത്തിയായി 290 രൂപ, ഉദ്ദേശം പൂർത്തിയായ വ്യക്തി 100 രൂപ. നമ്മുടെ മരണപ്പെട്ട ഉന്യാസാക്കാന്റെ പേരിൽ നമ്മൾ അദ്വാക്ക എല്ലാ മാസവും എല്ലാ ദിക്റിലും മുടങ്ങാതെ വാപ്പയെ കൊടുത്തുകൊണ്ട് വളരെ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭാവന 500 രൂപ നൽകിയിട്ടുണ്ട്. ആ പിതാവ് ഭാഗ്യവാനാണ്. അല്ലാഹുവേ സദഖ സ്വീകരിച്ച് തന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബറിലേക്ക് അതിന്റെ സവാബ് എത്തിക്കണേ അല്ലാഹ്. സ്വർഗ്ഗം നേടി അനുഗ്രഹിക്കണേ റബ്ബേ. ഈ മകൻ ചെയ്ത സംഭാവന ഉപ്പയുടെ ഖബറിലേക്ക് വലിയ പ്രതിഫലമായി ചെന്നെത്തി ആ ഉപ്പക്ക് ഖബറിൽ നീ സന്തോഷം നൽകണേ അല്ലാഹ്. വിഷമങ്ങൾ ഉണ്ടെങ്കിൽ തീർത്തു കൊടുക്കണേ റബ്ബേ. സ്വർഗീയ ജീവിതം ആ ഉപ്പയുടെ ഖബർ ജീവിതത്തിൽ നീ നൽകണേ റഹ്മാനേ. ഒരു സ്ത്രീ നേർച്ചയാക്കി 210 രൂപ, ഉദ്ദേശം പൂർത്തിയായ ഒരു സഹോദരൻ 500 രൂപ, നേർച്ചയാക്കിയ ഒരു സ്ത്രീ 200 രൂപ, മറ്റൊരു സഹോദരൻ കുറെ മുഖം തന്നേൽപ്പിച്ചതാണ് 500 രൂപ. പേര് ഞാൻ വായിക്കുന്നില്ല. ഒരു സഹോദരൻ 500 രൂപ, മറ്റൊരു സഹോദരൻ മകൾ ഗർഭിണിയാണ്, കുട്ടിണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മഹത്തായ അനുഗ്രഹത്തോടെ ഗർഭിണിയാണ്. അത് അതിന്റെ സമയത്തെത്തുന്ന സമയത്ത് പൂർണ്ണ വളർച്ചയെത്തി നല്ല ഒരു സ്വാലിഹരായ സന്താനത്തെ കിട്ടാൻ വേണ്ടി നേർച്ചയാക്കി 1000 രൂപ തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതുപോലെ സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അംഗവൈകല്യമില്ലാതെ ബുദ്ധിശൂന്യത ഇല്ലാത്ത നല്ല ഒരു സ്വാലിഹത്തായ ബുദ്ധികൂർമ്മതയുള്ള എല്ലാ അംഗങ്ങളും സലാമത്തായ കുഞ്ഞാക്കി അല്ലാഹുവിന്റെ നൽകുമാറാവട്ടെ. കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മദ്രസക്കും നമ്മുടെ പള്ളിക്കും ഒക്കെ വളരെയധികം ആത്മാർത്ഥമായി സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുമായി ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ വിദേശത്തുള്ള ജോലിയിലും അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മറ്റൊരു സഹോദരൻ വിവിധ സന്ദർഭങ്ങളിൽ നേർച്ചയാക്കിയത് നമ്മുടെ ദിക്ർ കുറച്ച് ഡിലേ ആയതാണ്. 2-3 ആഴ്ച ഡിലേ ആയിട്ടുണ്ട്. അങ്ങനെ ഒരുമിച്ച് കൂട്ടിയ സംഭാവന ഒരു 3000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു നേർച്ചയും കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കാലുവേദന സുഖപ്പെടാൻ വേണ്ടി വ്യക്തി 200 രൂപ നേർച്ചയാക്കിയിട്ടുണ്ട്. പലവിധ ഘട്ടങ്ങളിലും പല സന്ദർഭങ്ങളിലും ഉള്ളതിലും അതിനപ്പുറം എല്ലാ തരത്തിലും സദഖ ചെയ്ത വ്യക്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ കാലിന്റെ അസുഖം സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. കുടുംബത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ. എല്ലാവിധ നിഅമത്തും ബറക്കത്തും അഭിവൃദ്ധിയും പുരോഗതിയും അല്ലാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമ്മൾ ദിക്ർ ചൊല്ലുകയാണ്. ദിക്ർ എല്ലാവരും ഉള്ള ആത്മാർത്ഥമായി എല്ലാവരും ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് റാഹത്തും സലാമത്തും അല്ലാഹു നൽകട്ടെ. ഈ വീടുമായി ബന്ധപ്പെട്ട് നമ്മുടെ പള്ളിയിലേക്ക് പോലും നമ്മുടെ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ തന്നെ എല്ലാവർക്കും സങ്കടമുള്ള കാര്യം ഈ പള്ളിക്ക് വേണ്ടി എന്ത് പറഞ്ഞാലും ഞാൻ 3 കൊല്ലത്തോളായി കൂടെ 4 വർഷം നമ്മുടെ പള്ളിക്ക് വേണ്ടി എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അകമഴിഞ്ഞ് ഓടി പള്ളിയിൽ എന്ത് വിഷയമാണെങ്കിലും അതുപോലെ സ്വന്തം കാര്യമാണെങ്കിലും വളരെയധികം ആത്മാർത്ഥമായി പള്ളിയുടെ എല്ലാ വിഷയത്തിലും രംഗത്ത് വരുന്ന ആളുകൾ വെച്ചിട്ട് പള്ളിയിൽ വെച്ച് മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വരുമ്പോൾ വല്ലാത്ത സങ്കടം. അങ്ങനത്തെ സാഹചര്യമായി എല്ലാവരും നിസ്കരിച്ചു പിന്നെ നേരെ പള്ളിത്തോട് കൊണ്ടുപോകണം. ഇവിടെയും എല്ലാവർക്കും ഞങ്ങളായിട്ടുള്ള സ്ഥിതി തന്നെയാണ്. ആരോടും വെറുപ്പോ മയ്യത്തിനോടുള്ള വെറുപ്പോ ഒന്നും ഉണ്ടായിട്ടല്ല. ഈ കൂട്ടത്തിൽ ആരെങ്കിലും പള്ളിയിലൊന്ന് വന്നു പോയാൽ ആർക്കാന്നറിയില്ല. ഞങ്ങളുടെ ഭാഗത്തിലെ മുന്നിൽ പങ്കെടുത്ത് വളരെ കുറച്ച് ആളുകൾ കുടുംബങ്ങൾ കൂടിയാണ്. അവിടെ കുറച്ച് ആളുകൾക്ക് 15 ദിവസം കുറേയുടെ കൈ കുടുങ്ങി ഉണ്ടാകും. പുറത്തുനിന്ന് ആരുമില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പൊ നമ്മളാ മയ്യത്ത് സ്റ്റാലിന് 10 ആളെന്ന പല നാട്ടിൽ നിന്ന് വന്നാൽ നമ്മുടെ പള്ളിയിലൊക്കെ വിഷമാണ്. പക്ഷെ ആ ഒരു വിഷമം വിചാരിച്ച് നമ്മുടെ നാട്ടിൽ സ്വന്തം നാട്ടിൽ പറഞ്ഞ് ജീവിച്ച് പള്ളിയുടെ ഉയർച്ച വളർച്ച കണ്ട് ആസ്വദിച്ച് 5 നേരം പള്ളിയിൽ വന്ന പലരും ഈ പള്ളിക്ക് തെക്കോടക്ക് കിടത്തിയിട്ട് ഈ അള്ളാന്റെ മസ്ജിദിൽ വെച്ച് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പല ആളുകളും വെച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷമത്തിൽ ഒഴിവാക്കി നമ്മുടെയൊക്കെ മരണം വരുന്ന സമയത്ത് ധാരാളം മുഅ്മിനീകൾ ഒന്നിച്ച് മയ്യത്ത് നിസ്കരിച്ച് നല്ല സ്ഥലങ്ങളിലൊക്കെ വെച്ച് മയ്യത്ത് നിസ്കരിക്കുന്ന അവസ്ഥാവിശേഷം അല്ലാഹു നൽകുമാറാവട്ടെ. ഈ ഒരു പ്രയാസം അല്ലാഹു എത്രയും പെട്ടെന്ന് നമ്മുടെ നാടുകളിൽ നിന്ന് ഉയർത്തിത്തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇലാ ഹദ്റത്തു നബിയിനാ വ ഹബീബിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ.